ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥലത്തെയാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു ത്രിവേണി സംഗമം ഉണ്ട്. മൂവാറ്റുപുഴയിലാണ് ആ ത്രിവേണി സംഗമം. ആ ത്രിവേണി സംഗമ സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് ത്രിവേണി സംഗമത്തിലേക്കുള്ള വഴി. മൂവാറ്റുപുഴയിലെ ഈ ത്രിവേണി സംഗമം ഒരു റിവർ ടൂറിസം പ്രോജക്റ്റ് കൂടിയാണ് ഇപ്പോൾ. ഇതാണ് മൂവാറ്റുപുഴയിലെ ത്രിവേണി സംഗമം. കോതയാറ്, കാളിയാറ്, തൊടുപുഴയാറ് എന്നീ 3 നദികൾ ഇവിടെ ഒന്നിച്ചുചേർന്ന് മൂവാറ്റുപുഴയാറായി ഒഴുകുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്. മഴക്കാലങ്ങളിലാണ് ഈ ത്രിവേണി സംഗമത്തിൻ്റെ ശരിക്കുള്ള കാഴ്ച നമുക്ക് അനുഭവിക്കാൻ കഴിയുക. കുഞ്ഞപ്പൂ, തോണിയുണ്ടോ? തോണിക്ക് കരയിലേക്കാണ് വരുന്നില്ലേ? കരയുടെ ഭാഗത്ത് വെള്ളം കുറവാണെങ്കിലും ഏറ്റവും ആഴം കൂടിയ ഭാഗമാണത്ര ഇവിടെ. മൂന്ന് പുഴകളും വന്ന് ചേരുന്ന ഭാഗമായിരുന്നാൽ ഇവിടെ ആഴം കൂടുതലാണ്. ഇതാണ് തൊടുപുഴയാർ. തൊടുപുഴയാറിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. നല്ല തെളിഞ്ഞ വെള്ളം. ഈ തൊടുപുഴയാറിൻ്റെ സൈഡിൽ കൂടി ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് റിവർ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അതേപോലെ ആ നടപ്പാതയിൽ നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണിതെല്ലാം. നല്ല ഒരു ഗ്രീനറി, സൂപ്പർ കാഴ്ച. പുഴയുടെ കരയിലുള്ള ആൾക്കാർ ചൂണ്ടിയിടാനെല്ലാം വന്നിരിക്കുന്നുണ്ട്. മീൻ കിട്ടുന്നുണ്ടായിരിക്കാം. ഉത്തരേന്ത്യയിലെ ത്രിവേണി സംഗമം കണ്ടിട്ടില്ലാത്തവർക്ക് മൂവാറ്റുപുഴയിൽ വന്നാൽ മതി. മൂവാറ്റുപുഴയിലെ ത്രിവേണി സംഗമവും ഒപ്പം അതിനു ചുറ്റുമുള്ള മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. കൂടാതെ ത്രിവേണി സംഗമത്തിലൂടെ തോണിയാത്ര നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അങ്കമാലിയിൽ നിന്ന് MC റോഡിലൂടെ 40 കിലോമീറ്റർ യാത്ര ചെയ്താൽ മൂവാറ്റുപുഴയിലെത്തും. മൂവാറ്റുപുഴയിലെ ഈ ത്രിവേണി സംഗമ കാഴ്ച ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആദ്യമായാണ് 3 നദികൾ ഒന്നിച്ചേരുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മൂവാറ്റുപുഴയിലെ ഈ ത്രിവേണി സംഗമം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.